മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രഘുനാഥ് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദാജിയിൽ നിന്ന് പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണിത്. അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യും. കെ സുധാകരന്റെയും കെ സി വേണുഗോപാലിന്റെയും തട്ടകത്തിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകരുമായി ഹൃദയബന്ധമുള്ള ഒരു നല്ല സംഘാടകനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു സൂചനയാണ്. വരാനിരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരും. ഇത് ഇന്ത്യയിലാകെ കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിലേക്കുള്ള ഒരു മാർഗമായിട്ട് ഞങ്ങൾ ഇതിനെ വഴിയായിട്ട് ഇതിനെ കാണുകയാണ്. അദ്ദേഹത്തിന് ഇവിടെ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത പാർട്ടി ബന്ധുക്കളെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഒരിക്കൽ കൂടി രഘുനാഥനെ ഹൃദയപൂർവ്വം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ണൂരിൽ നിന്നാവട്ടെ 50 വർഷത്തെ കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇന്നലെ രാത്രി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുക. ഇന്ത്യയെ പുതിയൊരു യുഗത്തിലേക്ക് നയിക്കാൻ കർമ്മശേഷിയുള്ള മോഡിക്ക് നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി കണ്ണൂർ ജില്ലയിലും ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും അതോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചുവിട നൂറുകണക്കിന് ബലിദാനികളെ ഞാനിവിടെ ഹൃദയത്തിൽ ചേർത്ത് ഓർമ്മിക്കുകയാണ്. ആ ബലിദാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ അസുപൂജ അർപ്പിക്കും. ഒപ്പം തന്നെ ഈ പ്രസ്ഥാനം പടുത്തുയർത്താൻ ഞാപകൽ നേതമെന്നെ പ്രവർത്തിക്കുന്ന കണ്ണൂരിലെയും കേരളത്തിലെയും സംഘത്തിന്റെയും ആളുകളൊക്കെ തന്നെ പ്രവർത്തകന്മാർ, ബിജെപിയുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും എന്നെ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന ഇതിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. രാജ്യങ്ങളോടൊപ്പം ഉണ്ടാകും. കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അടിത്തറയിളക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ, കേരളത്തിലെ ഏറ്റവും വലിയ പൊരുതുന്ന ഈ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ബിജെപിയെ മാറ്റാൻ ഞാൻ എന്റെ ജീവനും രക്തവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും എന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഏറെ വൈകിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. 5 മണിക്ക് എത്തേണ്ട ട്രെയിനാണ്. ഞാനിപ്പോ 8 മണിയായിരിക്കുന്നത്. ഇതുവരെ എന്നെ കാത്തുനിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. जय जय भारत माता, जय भारत माता, जय जय भारत माता, जय भारत माता. ഇതുളയിൽ മുളച്ചു വന്നിയ, ഇതുളയിൽ മുളച്ചു വന്നിയ, ഇതുളയിൽ മുളച്ചു വന്നിയ, ഇതുളയിൽ മുളച്ചു വന്നിയ ദേശീയ പ്രസ്ഥാനത്തെ, ദേശീയ പ്രസ്ഥാനത്തെ, ദേശീയ പ്രസ്ഥാനത്തെ, സ്വാഗതം.
ബിജെപിയിൽ കടന്നുവന്ന വീരമുരാദിന് വികസനത്തിൻ രാഷ്ട്രീയം നാട്ടിലെങ്ങും വളരട്ടെ നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയിൽ സ്വാഗതം വീരമുരാദിന് സ്വാഗതം നിർത്തിക്കോ.